അനുശ്രീ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് നാളെയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ മുമ്പാകെ ഈ ഒരു കേസ് പരിഗണനയ്ക്ക് വരികയും ചെയ്യും. സ്വാഭാവികമായും ഈ കേസ് തള്ളണമെന്നാവശ്യപ്പെട്ട് ഈ കേസിൽ വ്യാജ പരാതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ വാദിച്ചുകൊണ്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻപോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു സീൽ വെച്ച കവറിൽ ചില തെളിവുകൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, ഒരു MLA ആണ്. MLA-ക്കെതിരെ വന്നിട്ടുള്ള ഒരു ലൈംഗിക ആരോപണമാണ്. അതിൽ കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങൾ ഈ ഇര നൽകിയ മൊഴികൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഇതിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് മുൻപാകെ തന്നെ ഈ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങൾ കോടതി പരിഗണനയ്ക്ക് വെക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജാമ്യം ലഭിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ ആകാംക്ഷയോട് കൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അതിനിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഒരു MLA കാണാതായിട്ട് 6 ദിവസം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഏതെങ്കിലും ഒരു വലിയ കുറ്റവാളിയെ പോലും വലിയ ക്രൂരമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം വലിയ ക്രൂരമായ കൊലപാതകം ചെയ്തിട്ടുള്ള വലിയ കുറ്റവാളികളെ പോലും നിമിഷ നേരങ്ങൾ കൊണ്ട് പിടികൂടുകയും ഒപ്പം തന്നെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള കേരള പോലീസ്, അത്രത്തോളം കീർത്തികെട്ട കേരള പോലീസാണ് ഇത്തരത്തിൽ ഈ MLA കണ്ടിട്ടില്ല എന്ന രീതിയിൽ അല്ലെങ്കിൽ MLA-ക്കായുള്ള അന്വേഷണം വ്യാപകമാകുന്നു, വലവിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് MLA കണ്ടെത്താനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഇലക്ഷൻ നടക്കുന്ന ഒരു വേളയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. 9-ാം തീയതിയാണ് ആദ്യ പോളിംഗ് നടക്കുകയും ചെയ്യുന്നത്. ഈ ഒരു വേളയിൽ ഈ ഒരു വിഷയം ഈ ലൈംലൈറ്റിൽ ഇങ്ങനെ നിൽക്കുക, ഇത് ചർച്ചയാക്കപ്പെടുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് LDF-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു നടപടി സ്വീകരിച്ചാൽ, അതായത് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കിയാൽ സ്വാഭാവികമായും ഒരു കടുത്ത നടപടികളിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു മുൻകൂർ ജാമ്യ ഹർജി നിഷേധിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വാക്കാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഒരു പരാമർശം ഉണ്ടായാൽ കടുത്ത നടപടികളിലേക്ക് കോൺഗ്രസ് കടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടി ഒരിക്കലും തയ്യാറാകില്ല എന്നുള്ളതാണ് നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ, മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലൂടെ, ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ വാക്കുകളിലൂടെ മനസ്സിലാകുകയും ചെയ്തു.